മകൻ പിറന്ന ശേഷം ദിയാകൃഷ്ണ സ്വീകരിക്കുന്ന പല നിലപാടുകളും ചർച്ചയാകുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവായ അമ്മയാണ് ദിയയാണെന്ന് ഇവരുടെ ഫോളോവേഴ്സിന്റെ അഭിപ്രായം. അശ്വിന്റെ കുടുംബത്തെ ക്ഷണിക്കാതെ ദിയയും കുടുംബവും ചേർന്ന് ഓമയുടെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു. ദിയയുടെ കുടുംബം സർപ്രൈസായി ഒരു ബർത്ത്ഡേ പാർട്ടി ആദ്യ പേരക്കുട്ടിക്ക് തന്നെ നടത്തുകയായിരുന്നു. മാതാപിതാക്കളും സഹോദരിമാരും ദിയയും അശ്വിനും മാത്രം പങ്കെടുത്ത പരിപാടിയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ബ്ലോഗിൽ ബർത്ത്ഡേ പാർട്ടി ഗംഭീരമായി ആഘോഷിക്കാത്തതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് ദിയ. എല്ലാവരെയും ക്ഷണിച്ചാൽ ആകെ ബഹളമാകുമെന്നും അതിനാൽ താല്പര്യമില്ലാത്തതിനാണ് വലിയ പാർട്ടി നടത്താത്തത് എന്നും ദിയ പറയുന്നു. വരുന്ന അതിഥികളെല്ലാം കുഞ്ഞിനെ എടുക്കും എന്നതിൽ എനിക്ക് താല്പര്യമില്ലെന്നും ദിയ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നവംബറിൽ മലേഷ്യയിൽ വന്നിരുന്നു. വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അതറിയാമായിരിക്കും. ഇത്തവണ മലേഷ്യക്ക് വന്നത് ഓമിയുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് പൈസ മുടക്കി കുറേ ആൾക്കാരെ ഫംഗ്ഷന് വിളിക്കുന്നു. അവർ അവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് തിരിച്ചു തരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട എന്ന് വെച്ചു. കുഞ്ഞും ഇതൊക്കെ ഓർത്തിരിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഒരു അലമ്പ് വേണ്ടെന്ന് കരുതി ഞാൻ വലിയ പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചത്. നമ്മളും പരിപാടി കഴിയുമ്പോൾ ക്ഷീണിക്കുകയും എല്ലാ ഗസ്റ്റുകളും വന്ന് പോയ ശേഷം മാത്രമേ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് വീട്ടിൽ പോകാൻ കഴിയൂ. പൊതുവെ പാർട്ടികൾ അധികം ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഏറ്റാൽ ചെയ്യും അത്രമാത്രം. അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അത് ഞാൻ ഏറ്റ പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഹോസ്റ്റ് ചെയ്തു. എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം മാത്രമാണ് നമുക്ക് ഇറങ്ങാൻ പറ്റൂ. അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമാറ്റിക്കായി. അശ്വിനും വലിയ പരിപാടി വെക്കുന്നതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പ്രൈവറ്റായി ഞങ്ങൾ 3 പേരും മാത്രമുള്ള ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനും അശ്വിനും താല്പര്യമുള്ളൂ. കുഞ്ഞ് കുറച്ചുകൂടി വലുതായിരുന്നു അവൻ്റെ ഓർമ്മയിൽ ആഘോഷങ്ങൾ നിൽക്കുന്ന സമയത്ത്. അതിനനുസരിച്ച് ആഘോഷങ്ങളായ സെലിബ്രേഷൻ നടക്കുകയും കൊടുക്കുകയും ചെയ്യാം. കേക്ക്, കളിപ്പാട്ടങ്ങൾ എന്നിവയൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് അവൻ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോഴൊക്കെയല്ലേ. ആ സമയത്ത് എല്ലാവരെയും വിളിക്കുകയും ചെയ്യാം. അവർ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ വാങ്ങാൻ അവന് താല്പര്യമുണ്ടാകും.